ഹായ് എല്ലാവർക്കും ടോണി ചേട്ടൻ വ്ലോഗ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു അടിപൊളി ഐറ്റമാണ്, വേറൊന്നുമല്ല വാഴപ്പിണ്ടി തോരൻ. അപ്പൊ വാഴപ്പിണ്ടി എടുക്കേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല. വാഴയുടെ പോളയെല്ലാം കളഞ്ഞ് നമ്മൾ വാഴപ്പിണ്ടി എടുത്തു. ഇനി അത് അരിയുന്ന വിധമാണ് ഈ കാണുന്നത്. അരിയുമ്പോഴേക്കും ഇതിൽ നാര് പോലത്തെ കുറെ സംഭവം ഉണ്ട്. അത് നമ്മൾ ഇതുപോലെ കയ്യിൽ ചുറ്റിയാണ് അരിയാൻ റൗണ്ട് ആയിട്ടാണ് നമ്മൾ ആദ്യം അരിഞ്ഞെടുക്കുന്നത് കേട്ടോ. അപ്പൊ അരിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി നമ്മളത് ചെറുതായി അരിയാൻ പോവുകയാണ്. അപ്പൊ ചെറുതായി നമ്മൾ അരിയണം. തോരൻ ഏകദേശം ഒരു ചെറിയ സൈസിൽ ഇതുപോലെ അരിയുക. നമ്മൾ സവോളയൊക്കെ അരിയുന്ന കണക്ക് ചെറുതായി അങ്ങോട്ട് അരിയുക കേട്ടോ. ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞതിന് ശേഷം ഒരു പാത്രത്തിൽ ഇട്ടതിന് ശേഷം കുറച്ച് ഉപ്പിട്ട് ഒരു 15 മിനിറ്റ് അങ്ങ് വെച്ചേക്കണം. കാരണം വെച്ചാൽ ഇതിൻ്റെ അകത്ത് വെള്ളമെല്ലാം ഊറി വരും. അപ്പം എന്നിട്ട് നമ്മൾ നന്നായിട്ട് കയ്യിലെടുത്ത് നന്നായിട്ട് പിഴിഞ്ഞ് കഴിയുമ്പോൾ ഇതുപോലെ കിട്ടും. ഇതിന്റെ ഗുണം അറിയാത്തവർ ഈ കൊലയൊക്കെ വെട്ടിക്കഴിഞ്ഞാൽ നേരെ വാഴയെല്ലാം വെട്ടിക്കണ്ടിച്ച് ഏതെങ്കിലും മരത്തിന്റെ ചെടിയുടെ ചുവട്ടിലൊക്കെ ഇട്ടേക്കും. എന്നാൽ ഇതിന്റെ ഗുണം അറിയാവുന്നവർ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. ഈ വാഴപ്പിണ്ടി എടുത്ത് കറി വെക്കും, ഉറപ്പാണ്. കാരണം ഈ വാഴപ്പിണ്ടിക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഇതിൽ നമ്മളിപ്പോൾ പിഴിഞ്ഞെടുത്ത ഈ വെള്ളത്തിനും ഒരുപാട് ഗുണങ്ങളുണ്ട്. അത് കിഡ്നി സ്റ്റോൺ പോലെയുള്ളതിനും അതുപോലെ യൂറിക് ആസിഡ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്കുള്ള ഒരു ഉത്തമ മരുന്നാണ്. ഒരു 4 ml വാഴപ്പിണ്ടി ജ്യൂസിന്റെ അകത്തോട്ട് ഒരു 5 തുള്ളി നാരങ്ങ നീരും കൂടെ ഒഴിച്ച് കുടിക്കാമെങ്കിൽ ഉണ്ടല്ലോ, ഈ യൂറിക് ആസിഡിനൊക്കെ പറ്റിയ പ്രകൃതിദത്തമായ ഏറ്റവും നല്ലൊരു മരുന്നാണ്. ഇനി നമുക്ക് തോരൻ ആവശ്യമായിട്ടുള്ള എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ കുറച്ച് തേങ്ങ തിരുമ്മി വെച്ചിട്ടുണ്ട്, പച്ചമുളക്, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, പിന്നെ നമ്മൾ മഞ്ഞപ്പൊടി, പിന്നെ ചെറിയ ജീരകം. ഇനി നമുക്ക് ചെറിയ ഉള്ളിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. ഇതിനിടയിൽ തന്നെ നമ്മൾ കുറച്ച് ചെറുപയറെടുത്ത് വേവിക്കാൻ ഇട്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് ചെറുപയറിന് ഒരു 1/4 പരുവം വേവ് മതി. അപ്പൊ നമ്മുടെ ചെറുപയർ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. 1/4 വേവാക്കി വെച്ചിരിക്കുന്ന ചെറുപയറിന്റെ അകത്തോട്ട് പിഴിഞ്ഞു വെച്ചിരിക്കുന്ന പിണ്ടി കൂടെ ഇട്ട് ഇനി നമുക്ക് വേവിക്കാം. നമ്മൾ പിഴിഞ്ഞു വെച്ചിരിക്കുന്ന പിണ്ടി അങ്ങോട്ട് ഇട്ടതിന് ശേഷം നമുക്കൊന്ന് ഉടച്ചു കൊടുക്കാം കട്ടയൊക്കെ. എന്നിട്ട് അപ്പൊ ചെറുപയറിലോട്ട് നിന്നിട്ട് മൂടൊന്നും വേണ്ട, ചെറുപയറിന്റെ അടിയിലോട്ടൊന്നും പോകണം, മിക്സ് ചെയ്യൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുത്താൽ മാത്രം മതി കേട്ടോ. നമുക്ക് തോരൻ ആവശ്യമായിട്ടുള്ള മസാലകളെല്ലാം റെഡിയാക്കാം. അതിനായിട്ട് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന പച്ചമുളക്, വെളുത്തുള്ളി, ചെറിയ ഉള്ളി എല്ലാം കൂടെ തേങ്ങയും മഞ്ഞപ്പൊടിയും ജീരകപ്പൊടിയും കൂടെ ഇട്ടുകൊണ്ട് നല്ലപോലെ അങ്ങോട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് നല്ല അടിപൊളിയാക്കി റെഡിയാക്കി നമ്മൾ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് നേരെ നമ്മുടെ വെന്ത തോരന്റെ ഐറ്റംസിലോട്ട് ഇടുകയാണ് കേട്ടോ. അതെ, നമ്മുടെ പിണ്ടിയും ചെറുപയറും വെന്തിരിപ്പുണ്ട്. അതിൻ്റെ അകത്തോട്ട് നമ്മൾ ഇട്ടതിന് ശേഷം വേവിക്കാനായിട്ട് പോവുകയാണ്. അതിനായിട്ട് നമ്മളൊന്ന് മൂടി വെച്ചിട്ട് വേണം വേവിക്കാൻ. അപ്പൊ അതിന് മുമ്പേ നമ്മളിത് മിക്സ് ചെയ്യരുത്. നമ്മളെല്ലാം കൂടെ വെന്തതിന് ശേഷം മാത്രമേ മിക്സ് ചെയ്യാവുള്ളൂ. അപ്പൊ അതിനായിട്ട് നമ്മൾ തേങ്ങയെല്ലാം ഇട്ട് മൂടി വെച്ച് നല്ലപോലെ ഒന്നുകൂടെ വേവിക്കാൻ പോവുകയാണ്. വെന്തതിന് ശേഷം നമ്മൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യും, അല്ല അടിപൊളിയായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യും. അങ്ങനെ നമ്മുടെ തോരനെല്ലാം വെന്ത് നല്ല അടിപൊളി പരുവായിട്ടിരിക്കുകയാണ്. ഇനി നമുക്ക് അതിൻ്റെ അകത്തോട്ട് ഒരു ചെറിയൊരു മിനുക്ക് പരിപാടിയുണ്ട്. അപ്പൊ അതിനായിട്ട് നമ്മൾ ഒരു ചെറിയ ചീനച്ചട്ടി അടുപ്പിലോട്ട് വെച്ച് കുറച്ച് അരി തുടച്ചതിന് ശേഷം നമ്മൾ ആ തിളച്ച എണ്ണയിലോട്ടിട്ട് വാർത്തടിപൊളിയാക്കി എടുക്കാൻ പോവാണ്. ഏകദേശം കളറൊന്ന് മാറി കഴിയുമ്പോൾ തന്നെ കുറച്ച് കടുകും ചെറിയ ഉള്ളിയും കൂടെ നമുക്ക് അതിൻ്റെ അകത്തോട്ട് ഇടാം. അത് കടുകൊക്കെ ഒന്ന് പൊട്ടി ചെറിയ ഉള്ളിയൊക്കെ ഒന്ന് വഴണ്ടി വരുമ്പോഴേക്കും നമുക്ക് അവനെ എടുത്തിട്ട് നേരെ തോരൻ്റെ അകത്തോട്ട് തട്ടണം. അങ്ങനെ നമ്മൾ ചെറിയ ഉള്ളിയൊക്കെ ഇട്ടു. ഇനി ഇവനൊന്ന് നന്നായിട്ട് വഴണ്ടി കഴിയുമ്പോഴേക്കും നമുക്ക് ഇവനെ എടുത്ത് തോരനാക്കി വെച്ചേക്കുന്നതിൻ്റെ അകത്തോട്ട് ഇട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു ചെറിയൊരു ചൂട് കൂടെ കൊടുത്താൽ മതി. അപ്പൊ തന്നെ നമ്മുടെ സംഭവം എല്ലാം സെറ്റായി. അപ്പൊ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഒരുപാട് ഗുണങ്ങളുള്ള ഈ വാഴപ്പിണ്ടി തോരൻ എല്ലാവരും വെക്കണം. അതുപോലെ തന്നെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. അടുത്തൊരു അടിപൊളി വീഡിയോയുമായി ടോണി ചേട്ടൻ വ്ലോഗ്സ് വീണ്ടും വരുന്നതായിരിക്കും. നന്ദി.